ഹായ് ഹലോ നമ്മുടെ കൊൽക്കത്ത സീരീസ് ലാസ്റ്റ് പാർട്ടാട്ടാ മദേഴ്സ് വാക്സ് മ്യൂസിയം. നമുക്ക് ലണ്ടനിലൊക്കെ പോയി കാണാനുള്ള സെറ്റപ്പ് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ കൊൽക്കത്തയിലെ മദേഴ്സ് വാക്സ് മ്യൂസിയം കാണാൻ പോയിട്ടാ. വളരെ മനോഹരമായ അതിഗംഭീരമായ വാക്സ് മ്യൂസിയം. മദർ തെരേസയുടെ ഭക്തിയോടെയാണ് അവർ മദേഴ്സ് വാക്സ് മ്യൂസിയം ഇടുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഗാന്ധിജിയും അങ്ങനെ തുടങ്ങി ഒരുപാട് വലിയ വലിയ ആൾക്കാരുകൾ, നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുകളെ നമുക്ക് വാക്സ് മ്യൂസിയത്തിൽ കാണാൻ പറ്റും. APJ അബ്ദുൽ കലാം അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സ്കൂളിൽ പണി തന്ന ആൾക്കാർ, അവരെ കാണാൻ പറ്റി. ഫുട്ബോൾ ഇതിഹാസങ്ങൾ നമുക്ക് അവരെ കാണാൻ പറ്റി. പിന്നെ അമിതാഭ് ബച്ചനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് അഹങ്കാരമായിട്ട്, കാരണം ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്ര ഹൈറ്റൊക്കെ തന്നിട്ടുള്ളൂ. ഞാനത് അമിതാഭ് ബച്ചനോട് സംസാരിക്കുകയായിരുന്നു, കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്ത് ചെയ്യാം, കുറച്ച് ലെജൻഡറി ആൾക്കാർക്ക് മാത്രമേ ഹൈറ്റ് ഉള്ളൂ. പിന്നെ അങ്ങനെ തുടങ്ങി ഷാരൂഖ് ഖാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. പിന്നെ ഇതാണ് നമ്മുടെ ഗോസ്റ്റ് ഹൗസ്. അവിടെ നമ്മൾ പ്രേതങ്ങളെ കണ്ട് നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് നിന്നു കേട്ടോ. പ്രേതങ്ങളുടെ പേടിയായിരുന്നില്ല. ഇപ്പം നമ്മൾ ചില പ്രേതങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ചിരിച്ച് സംസാരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ നമുക്ക് ചെറിയ പേടിക്കായി, പക്ഷേ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത പിള്ളേരെക്കാളും. അവിടെ വന്ന പിള്ളേരൊക്കെ ഞങ്ങളെ കണ്ട് ചിരിക്കായിരുന്നു. എന്തെങ്കിലും ചിരിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല കേട്ടോ. പിന്നെ ഓസ്റ്റിനച്ഛനും പ്രേതത്തിനടുത്തേക്ക് എന്തൊക്കെ പറയണ്ടായിരുന്നു. ഇതിലും വലിയ പ്രേതം നമ്മൾ കണ്ടേക്കിടന്നിട്ടാണ്. പിന്നെ ഒരു നോക്കിയപ്പോൾ ഒരു പ്രേതം കൊച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ അടുത്തേക്ക് എന്നിട്ട് പ്രേതത്തിനോടൊക്കെ സംസാരിച്ചു കേട്ടോ കുറച്ച് നേരം. പിന്നെ ഇത് നമ്മുടെ അവതാർ, പിന്നെ നമ്മുടെ ചോട്ടാ ഭീം 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 ഭീം, പിന്നെ അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബീൻ, സ്പൈഡർമാൻ, അങ്ങനത്തെ ഒരുപാട് കാര്യം. പിന്നെ ഇതൊരു ഫോട്ടോ ഫ്രെയിം ആട്ടോ. ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെത്താ ഡിസൈനൊക്കെ നമുക്ക് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ അടിച്ച് പൊളിച്ച് നടന്നിട്ടു. വാക്സ് മ്യൂസിയം അടിപൊളിയായിരുന്നു, സൂപ്പർ. ശരിക്കും ഒരുപാട് ലെജൻഡ്. അപ്പോൾ നമ്മുടെ സച്ചിനും കോഹ്ലിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുടെയൊക്കെ ഫേസ് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, എന്നാലും നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടൊക്കെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ മൈക്കിൾ ജാക്സൺ, നമ്മുടെ ഡാൻസർ ലെജൻഡ്, ആളുടെ കൂടെ ഞങ്ങൾ കുറച്ച് നിന്നവർ, ഡിസ്കോ ഡാൻസറുടെ കൂടെ ഒക്കെ ഹോസ്റ്റിംഗ് കുറേ നേരം വർത്താനൊക്കെ പറയണ്ടേ. അവനും ചൊപ്പം ആളും ചൊപ്പം. പിന്നെ ഞങ്ങൾ വീണ്ടും വന്ന് മൈക്കിൾ ജാക്സണോട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വളരെ അടിപൊളി. പിന്നെ ഹോസ്റ്റ് പോയിട്ട് അംബേദ്കറുടെ അടുത്ത് എന്തൊക്കെ ചോദിക്കേണ്ടായിരുന്നു അവൻ. പിന്നെ അവരുടെ കൂടെ ഹോസ്റ്റിൻ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് അങ്ങനെ വാക്സ് മ്യൂസിയം കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പോണ വഴിക്ക് വെച്ചാൽ ഞങ്ങൾക്ക് നല്ലൊരു ടീ സ്പോട്ടിൽ നിന്നിട്ട് നല്ലൊരു ചായ വാങ്ങിച്ചു. നല്ല ബെസ്റ്റ് ചായ, അടിപൊളി. അപ്പോൾ ഓക്കെ, താങ്ക് യു.